അല്ലാഹു നമ്മളെ മറക്കുന്ന സമയമുണ്ട്. അതെപ്പോഴാണ് നമ്മൾ പറയുന്നു പടച്ചവന് മറതിയില്ലാത്തവനാ. അതേ മറതിയില്ലാത്തവന് തന്നെയാണ് പടച്ചവന്. പക്ഷേ അവൻ നമ്മളെ മറക്കുന്നത് നമ്മളവനെ മറക്കുമ്പോഴാ. അതുകൊണ്ടല്ലേ നാളെ പരലോകത്ത് വരുമ്പോൾ ഒരു വലിയ മഹാ അത്ഭുതം അവിടെ നടക്കുകയാണ്. എന്തെന്നറിയോ സഹോദരാ, ഞാനും നിങ്ങളും പടച്ചവന്റെ കോടതിയിൽ വരണമല്ലോ. അവിടെ നടക്കുന്ന ഒരു അത്ഭുതം എന്താണെന്നറിയോ? അല്ലാഹു അവന്റെ സൂറത്ത് താഹ എന്ന അധ്യായത്തിലൂടെ ഖുർആൻ ശരീഫിലൂടെ വ്യക്തമാക്കുകയാ. വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈസതൻ ലങ്കാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹസറതനി അഅമാ വഖദ് കുന്തു ബസീറാ ഖാല കദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. ഇവിടെ പടച്ചവനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യരുണ്ടല്ലോ. അല്ലാഹുവിനെ പാടെ മറന്ന് ജീവിച്ച പെണ്ണേ, നാളെ പരലോകത്ത് പോകുമ്പോ അല്ല നിന്നെ കണ്ട പോലും നടിക്കില്ലല്ലോ. അല്ല നിന്നെ കണ്ടതുപോലും നടിക്കില്ലല്ലോ. നിന്നെ കാണാത്തതുപോലെ പടച്ചവൻ അവിടെ മാറുമല്ലോ. ആ സമയത്ത് ചോദിക്കും, അല്ലാ എന്തു പറ്റി പടച്ചോനെ, എന്നെ നീ മൈൻഡ് ചെയ്യാത്തതെന്താ? ആ സമയത്ത് അല്ലാഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അത്തത്ക ആയാതുനാ ഫനസീതഹാ. എന്റെ എന്തെല്ലാം ദൃഷ്ടാന്തങ്ങൾ നിന്റെ മുമ്പിൽ വന്നു, എന്നിട്ട് നീ എന്നെ മറന്നില്ലേ? കോവിഡ് വന്നു, പ്രളയം വന്നു, കഷ്ടപ്പാട് വന്നു, നോട്ട് നിരോധനം വന്നു, എല്ലാം വന്നപ്പോ നീ എന്നെ മറന്നില്ലേ? ആ മറന്നതിന് പകരം ഞാൻ ചെയ്യേണ്ടത് എന്താ? അൽ യൗമ തുൻസാ. ഇന്ന് ഞാൻ നിന്നെ മറന്നിരിക്കുകയാ. മറതിയില്ലാത്ത പടച്ചവനെ എന്ന് പാടി പുകഴ്ത്തിയ നമ്മളെ അല്ലാഹുറത്തിൽ വെച്ചങ്ങ് മറന്നു കളയുകയാ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ജീവിതത്തിൽ അല്ലാഹനെ ഓർക്കാത്തൊരു നിമിഷം നമുക്ക് വേണ്ട. ഒരു നിമിഷം നമുക്ക് വേണ്ട. ഏതുവരെയാ നമ്മൾ ഓർക്കേണ്ടത്? നോമ്പ് എല്ലാ കൊല്ലവും പിടിക്കാൻ പറ്റണമെന്നുണ്ടോ? ഇരിക്കുന്ന എത്രയോ ആളുകൾക്ക് റമളാൻ നോമ്പ് പിടിക്കാത്തവരുണ്ടാവും. ശക്തമായ ശാരീരികമായ അസ്വസ്ഥതകൾ കാരണം നോമ്പ് പിടിക്കാത്ത ആളുകൾ ധാരാളം ഉണ്ട്. ബക്കറ്റിന്റെ സമയമായല്ലേ? ബക്കറ്റ് എടുക്കണ്ടേ? എടുക്കാൻ ഇത് കൂടെ പറഞ്ഞിട്ട് എടുക്കാം. ആരും പോവൂല ഇൻഷാ അല്ലാഹ്. നിങ്ങളൊക്കെ ആതിഥേയരും ഞാൻ അതിഥിയുമാണ്. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ ഇൽമിലും അമലിലും അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇനി ഒറ്റ മണിക്കൂറുള്ള എല്ലാം കൂടി നമുക്ക് ആകെ ഉള്ള ഒറ്റ മണിക്കൂറാ. ഒന്ന് ശ്രദ്ധിച്ചിരുന്നോളി പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത് നോമ്പ് പിടിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്നത് വരെ നോമ്പ് പിടിക്കാൻ ആർക്കാൻ പറ്റുമോ? സ്ത്രീകൾക്ക് എല്ലാം നോമ്പും കിട്ടുമോ? മാസത്തില് റമളാൻ മാസത്തിൽ എല്ലാ നോമ്പും കിട്ടുന്ന സ്ത്രീകളുണ്ടോ? ആർത്തവത്തിൽ നിന്ന് നിരാശയായ വൃദ്ധയായ സ്ത്രീകൾക്കപ്പുറത്ത് വേറെ ആർക്കും ആ ഭാഗ്യം കിട്ടുന്നില്ല. അവർക്ക് ചിലപ്പോ 6 or 7 നോമ്പ് പോകുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാ കൊല്ലവും നോമ്പ് പിടിക്കാൻ പറ്റുമോ? ആരോഗ്യം നമുക്ക് അനുവദിക്കില്ല. നോമ്പ് പിടിക്കാതെ ഈ പരിശുദ്ധമായ റമളാൻ മാസം എത്തുമ്പോ നോമ്പ് പിടിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന 100 കണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടാവും. നിസ്കാരം എല്ലാ പ്രാവശ്യവും നിസ്കരിക്കാൻ നമുക്ക് പറ്റുമോ? നമുക്ക് നിസ്കാരം ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെയും ചില ഘട്ടങ്ങളുണ്ട്. അങ്ങനെ ഇരുന്ന് പറ്റാത്തവൻ, നിന്ന് പറ്റാത്തവൻ, ഇരിക്കാൻ പറ്റാത്തവൻ, കിടക്കാൻ പറ്റാത്തവൻ, അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ ഓർമ്മകൾ കൊണ്ട് പറഞ്ഞ ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോഴും നമസ്കാരം എന്ന് പറയുന്ന പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ മരിക്കുന്നതുമായുള്ള ആളുകൾ ചിന്തിച്ചു നോക്കിയേ. ഹജ്ജ് ഒരൊറ്റ തവണ അവിടെ എത്തിപ്പെട്ട അൽഹംദുലില്ലാഹ് നമ്മൾ രക്ഷപ്പെട്ടു. ഇസ്ലാമിന്റെ കർമ്മങ്ങൾ ഇങ്ങനെ പരന്നു കിടക്കാണല്ലോ. ഇസ്ലാമിന്റെ അമലുകൾ ഇങ്ങനെ പരക്കെ വ്യാപിച്ചു കിടക്കാണല്ലോ. അല്ലാഹുവിന്റെ ഹബീബേ, ലാ അസ്തതിഉൽ ഖിയാമ ബിഹാ. അത് എല്ലാം കൂടി എനിക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. അതിനുള്ള കഴിവ് എനിക്കില്ല നബിയേ. അതിന്റെ കഴിവ് എനിക്കില്ല പ്രവാചകരെ. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് അവസാന നിമിഷം വരെ മടിയില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു അമല് പറഞ്ഞു
തരുവോ? സഹോദരങ്ങളെ, വാക്ക് ശ്രദ്ധിക്കണേ. ഒരു അനുചരന്റെ, ഒരു സഹാബിയുടെ ആശങ്ക പങ്കുവെക്കുകയാ. നമ്മളെ പോലെയല്ല, നമ്മൾ പറയുന്നത് പോലെയല്ല. ഒരു സഹാബി വന്നിട്ട് തിരുനബിയോട് ചോദിക്കുന്നു, നബിയേ, ഇസ്ലാമിന്റെ കർമ്മങ്ങൾ, അമലുകൾ ഒരുപാട് വിന്യസിക്കപ്പെട്ടതല്ലേ, പരന്ന് പടർന്ന് പന്തലിച്ച് കിടക്കുകയല്ലേ, എല്ലാം ചെയ്യാൻ എനിക്ക് കഴിയണമെന്നില്ലല്ലോ നബിയേ. അതുകൊണ്ട് മരിക്കുന്നത് വരെ മുടങ്ങാതെ ചെയ്യാൻ പറ്റിയ ഒരു അമലൊന്ന് പറഞ്ഞു തരുവോ? നബി തങ്ങൾ നിസ്കാരമല്ല പറഞ്ഞു കൊടുത്തത്, നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത് നോമ്പല്ല, റസൂല് പറഞ്ഞു കൊടുത്തത് ദാനധർമ്മങ്ങളല്ല, ഹജ്ജല്ല, ഉംറയല്ല, സിയാറത്തല്ല. പിന്നെ എന്താ പറഞ്ഞു കൊടുത്തത്? ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാ. അവസാന നിമിഷം വരെ നിന്റെ നാവ് ദിക്ർ കൊണ്ട് നനയട്ടെ. ഒന്ന്, അത് ദിക്റാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. വാ തുറക്കാൻ അടയ്ക്കാൻ പറ്റുന്നില്ല ഒരാൾക്ക്, വാ അടയ്ക്കാൻ പറ്റുന്നില്ല. ചില ആളുകൾക്ക് വായിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് വാ അടയ്ക്കാൻ പറ്റുന്നില്ല. വായില് വേദന വന്നു. ഒരു മനുഷ്യന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു രോഗി ക്യാൻസർ ബാധിച്ചിട്ട് ആ മരണാസന്നനാകുന്ന ഘട്ടത്തിന്റെ ഒരാഴ്ചക്കാലം വാ അടയ്ക്കാൻ കഴിയാതെ വാ തുറന്നിങ്ങനെ വെച്ചിരിക്കുകയാ. ആ വായിൽ തൊണ്ടക്കുഴിയിൽ വലിയ വലിയ കുരുക്കൽ വന്നിട്ട് അടയ്ക്കാൻ പറ്റുന്നില്ല, ഒരു തുള്ളി വെള്ളം ഇറക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം വായ് ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ്. ആലോചിച്ച് നോക്കണം, ആ മനുഷ്യൻ മരണപ്പെടുന്ന അവസ്ഥ. ഒരാഴ്ച കഴിഞ്ഞിട്ട് അദ്ദേഹം മരണപ്പെട്ടു. നിങ്ങൾക്കറിയോ, ഒരു അത്ഭുതം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ചുണ്ടിനെന്ത് വേദന വന്നാലും, നാവിന് എന്ത് വേദന വന്നാലും, വായിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വന്നാലും നമുക്ക് മുടങ്ങാതെ ചൊല്ലാൻ പറ്റുന്ന ഒരു ദിക്റുണ്ട്. ഏതാണെന്നറിയോ? ഏതാ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ചൊല്ലാൻ പറ്റുമോ? എത്ര തവണ വാടക്കണം? സുബ്ഹാനല്ലാഹ് വാടക്കണം, അൽഹംദുലില്ലാഹ് വാടക്കണം. നിങ്ങൾ നോക്ക്, അല്ലാഹു അക്ബർ വാടക്കണം. നിങ്ങൾക്ക് പറയുന്ന മനസ്സിലായോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നൊക്കെ പറയുമ്പോൾ എത്ര തവണ വാ അടഞ്ഞ് തുറക്കണം? അല്ലാഹു അക്ബർ വാടയണം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് വാടയണം. പക്ഷേ ഏത് മാരകമായ രോഗം പിടിപെട്ട് ആശുപത്രിയിൽ ICUവിൽ കിടക്കുന്നവനാണെങ്കിലും വാ തുറന്ന് അവന്റെ വായിൽ നിറച്ച് കുരുക്കളായി വാ തുറക്കാൻ അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കഷ്ടപ്പെടുന്നവനും പറയാൻ പറ്റുന്നൊരു ദിക്റുണ്ട്. എന്നറിയോ? ചുണ്ടുകൾ ചേർത്ത് പിടിക്കേണ്ടി വരാത്തൊരു ദിക്ർ അല്ലാഹു നമുക്ക് തന്നു. അതാ നമ്മളാക്കിയത്. അത് പറഞ്ഞുകൊണ്ട് മരിക്കുന്നവൻ ദഖലൽ ജന്ന, അവനാണ് സ്വർഗം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. വാ അടയ്ക്കേണ്ട കാര്യമില്ല, വാ കൂട്ടേണ്ട കാര്യമില്ല. നിങ്ങൾ നോക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ദിക്ർ ചൊല്ലിയോ ചൊല്ലിയില്ലോ എന്ന് അടുത്തിരിക്കുന്നവർക്ക് അറിയാൻ പോലും പറ്റില്ല. കാരണം സുബ്ഹാനല്ലാഹ് അടക്കമുള്ള മറ്റ് ദിക്റുകൾ ചെല്ലുമ്പോൾ അടുത്തിരിക്കുന്നവർക്ക് അറിയാൻ ചുണ്ട് അനങ്ങുന്നുണ്ട്. ചില ആളുകളുടെ അടുത്ത് പോയി ഇങ്ങനെ വായി നോക്കിയിരിക്കും ചിലര് മരിക്കാൻ നേരത്ത്. അവൻ കലിമയൊന്നും ചൊല്ലിയില്ല. എങ്ങനെ അറിയും എന്റെ പൊന്നു സഹോദര? അവന്റെ ചുണ്ട് കൂട്ടുന്നതല്ലേ നീ നോക്കുന്നത്? വായ തുറന്നു വെച്ചിട്ട് ചൊല്ലാൻ പറ്റുന്നതാണ്. ഒന്ന് മനസ്സിലൊന്ന് ചൊല്ലി നോക്കിയേ. നിങ്ങൾ വീട്ടിൽ പോയിട്ട് കിടക്കുമ്പോ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവ് കൊണ്ട് പറയുന്നതല്ലാതെ ചുണ്ടിന്റെ ഒരു സഹായോടെ വേണ്ടി വരുന്നില്ല. ആ ചുണ്ടിനെ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യേണ്ട വാക്കല്ല. ഒരിക്കലും ആ ചുണ്ടിന്റെ സഹായം ഇല്ലാതെ ചൊല്ലാൻ പറ്റുന്ന ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. എനിക്ക് അവസാന നിമിഷം വരെ ചെയ്യാൻ പറ്റുന്ന ഒരു അമൽ എനിക്ക് പറഞ്ഞു തരുവോ? ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്. അല്ലാഹുവിന്റെ ദിക്ർ, അഫ്ളലു ദിക്ർ കൊണ്ട് നിന്റെ നാവ് എപ്പോഴും നനഞ്ഞുകൊണ്ടിരിക്കട്ടെ മോനെ എന്ന് പറഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട സഹാബിയെ മടക്കി വിടുകയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിയോട് നമ്മൾ അല്ലാഹുവിനോട് നമ്മൾ ഒന്നാമതായിട്ട് ചോദിക്കാൻ റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നത് അഇന്നി അലാ ദിക്രിക. പടച്ചോനെ, അവസാന നിമിഷം വരെ നിന്നെ ഓർക്കാനുള്ള തൗഫീഖ് എനിക്ക് തരണേ അല്ലാഹ്. രണ്ടെണ്ണം കൂടെ ഉണ്ടെന്ന് പറയാലോ സാറേ. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? ഇനി ഇത്രയും നീട്ടിക്കൊണ്ട് പോകൂല.
രണ്ടാമത്തെ കാര്യം അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, നീ ചോദിക്കണം, അല്ലാഹുമ്മ ഇന്നീ അലാ ദിക്രിക, പടച്ചവനെ നിന്നെ ഓർക്കാൻ ദിക്ർ ചൊല്ലാനുള്ള തൗഫീഖ് തരണേ അല്ലാ. രണ്ടാമതേതെന്നറിയോ? വശുക്രിക, പടച്ചവനെ നിനക്ക് ശുക്ർ ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലാ. ഈ ഇരിക്കുന്നവരിൽ രണ്ട് ആളുകളെ ഉള്ളൂ, ഈ ഇരിക്കുന്നവരിൽ രണ്ട് വിഭാഗമേ ഉള്ളൂ. സഹോദരങ്ങളെ, ആകാശത്തിന്റെ ചുവട്ടിൽ രണ്ട് വിഭാഗമേ ഉള്ളൂ. അതല്ലാത്ത വിഭാഗങ്ങളെ നമ്മൾ ഉണ്ടാക്കിയതാ, അല്ലാത്ത വിഭാഗങ്ങളെല്ലാം നമ്മൾ നിർമ്മിച്ചതാ, നമ്മൾ നിർമ്മാണം നടത്തിയതാ, നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ്. ലോകത്ത് അല്ലാഹുവിന്റെ അടിമകൾ രണ്ട് ഗ്രൂപ്പേ ഉള്ളൂ, രണ്ട് വിഭാഗമേ ഉള്ളൂ. ഏതെന്നറിയോ? സൂറത്തുൽ ഇൻസാനിൽ അല്ലാഹ് പറയുകയാണ്, ഇന്നാ ഹദൈനാഹുസ് സബീൽ, ഇസ്ലാം എന്ന പാത ഞാൻ തുറന്നു കൊടുത്തിരിക്കുകയാ. ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ, ഒന്നുകിലും നന്ദി കേട്ടവനാണ്, അല്ലെങ്കിലും നന്ദിയുള്ളവനാ. ഒന്നുകിൽ ശാകിറാണ്, അല്ലെങ്കിൽ കാഫിറാ. നിങ്ങൾ ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ, പടച്ചവന്റെ വാക്ക് നിങ്ങൾ ഭയക്കണം, ഞാനും ഭയപ്പെടേണ്ടതാണ്. അല്ലാഹ് പറയുന്നു, സുന്ദരമായ ഇസ്ലാമിന്റെ മനോഹരമായ ഋജുവായ പാത അല്ലാഹു നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് രണ്ട് പാതകൾ അല്ലാഹു തആല രണ്ട് കൂട്ടരായി അല്ലാഹു തരം തിരിച്ചു. ഇമ്മാ ശാകിറാ, ഒന്നുകിൽ അവന് ശുക്ർ ചെയ്യുന്നവനാണ്, നന്ദിയുള്ളവനാ. ഇമ്മാ കഫൂറാ, അല്ലെങ്കിൽ അവന് നന്ദി കെട്ടവനാണ്. സഹോദരങ്ങളെ, ഇവിടെ ശുക്ർ ചെയ്യാത്തവനെ, അല്ലാഹുവിനെ നന്ദി രേഖപ്പെടുത്താത്തവനെ അല്ലാഹു പറഞ്ഞ വാക്കേതാണ്? കാഫിർ എന്ന വാക്കാണ്. അല്ലാഹുക്ക് വേറെ വാക്കില്ലാത്തത് കൊണ്ടാണോ അങ്ങനെ പറഞ്ഞത്? അല്ല. നോക്കണേ സഹോദരങ്ങളെ, ഖുർആനിൽ അല്ലാഹു പറഞ്ഞ വാക്ക്, നിങ്ങൾ എന്നെ ശുക്ർ ചെയ്യുന്നിടത്തോളം നിങ്ങൾക്ക് ഞാൻ നിഅമത്തുകൾ തരാ. ഇവിടെ പാവപ്പെട്ട ഒരു സഹോദരൻ ഒരു ഹോട്ടൽ നടത്തിയിട്ട് ആ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ജീവിതത്തിന്റെ അന്നം അതിന്റെ വക തന്റെ മക്കൾക്ക് കൊടുക്കുന്ന അഷ്റഫെന്ന പ്രിയപ്പെട്ട നമ്മുടെ സഹോദരന് ഇവിടെ 3.5 സെന്റ് ഭൂമിയാണ് ശംസുൽ ഉലമയുടെ പേരിലുള്ള ഈ സ്ഥാപനത്തിന് വേണ്ടി കൊടുത്തത്. 1/2 സെന്റ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനും കൊടുത്തു. ചിന്തിക്കണേ, സമ്പന്നനല്ല, കോടീശ്വരനല്ല, ലക്ഷപ്രഭുവല്ല. അന്നത്തെ ജീവിതത്തിന്റെ വക കണ്ടെത്താൻ ഒരു ഹോട്ടൽ തുറന്നു വെച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്നതല്ലേ ജീവിതത്തിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അധ്വാനിച്ചത്. അതിൽ നിന്ന് നന്ദിയായിട്ട് അല്ലാഹുവിന് കൊടുത്തത് 3.5 സെന്റ് ഭൂമിയാണ്. നിങ്ങൾ എഴുതി വെച്ചോ, അല്ലാഹു അദ്ദേഹത്തിന് വർദ്ധിപ്പിച്ചു കൊടുക്കും. എന്തുകൊണ്ടെന്നറിയോ? ഇതെന്റെ വാക്കല്ല. ലഇൻ ശകർതും, നീ ശുക്ർ ചെയ്താൽ, ഞാൻ തന്നതിൽ നീ നന്ദി രേഖപ്പെടുത്തിയാൽ, ലഅസീദന്നകും, ഞാൻ നിനക്ക് വർദ്ധിപ്പിച്ചു തരുന്നതാ. വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്, ഞാൻ നിനക്ക് നന്നതിൽ നീ ശുക്ർ ചെയ്തില്ലെങ്കിൽ, അഥവാ നീ കുഫർ ചെയ്താൽ, അല്ലാഹു വേറെ വാക്ക് പറയാമായിരുന്നല്ലോ. പക്ഷെ അല്ലാഹ് പറഞ്ഞത്, ഞാൻ നിനക്ക് തന്നതിൽ നന്ദികേട് നീ കാണിച്ച, ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ കഠിനമാണ് മോനെ, എന്റെ ശിക്ഷ കഠോരമാണ് മോനെ. അല്ലാഹു നമുക്ക് സമ്പത്ത് തന്നിട്ടുണ്ട്. ആ സമ്പത്ത് പാവപ്പെട്ടവന്റെ വിശപ്പ് മാറ്റാൻ, പാവപ്പെട്ട പെൺകുട്ടിയെ കെട്ടിച്ചയക്കാൻ, പുരമേയാൻ ഭാഗ്യമില്ലാത്തവന് ഒരു പുരമേഞ്ഞു കൊടുക്കാൻ, ചോർന്നൊലിക്കുന്ന ചെറ്റക്കൂരയിൽ കിടക്കുന്നവനെ സഹായിക്കാൻ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തവന്റെ അട്ടിക്ക് വക കണ്ടെത്തി കൊടുക്കാൻ. സഹോദരങ്ങളെ, രോഗത്തിന്റെ കാഠിന്യം മൂലം പാടുപെടുമ്പോൾ അവനെ ഒന്ന് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ മനസ്സ് കാണിച്ചാൽ, അല്ലാഹ് പറയുന്നു, ഞാൻ നിനക്ക് വീണ്ടും വീണ്ടും തരാ. കോരുന്ന കിണറിലെ ഊറാറുള്ളൂ, ഇളനീര് വെട്ടിയിറക്കുന്ന തെങ്ങിൻ മുകളിലാ പിന്നീട് തേങ്ങ വരുന്നത്, കരിക്കുകൾ വരുന്നത്. അവിടെയാണ് ഇളനീര് വീണ്ടും വരിക. കയറ്റുമതി ഉണ്ടെങ്കിലേ ഇറക്കുമതി ഉണ്ടാവുള്ളൂ. ഒരു കടയിലേക്ക് ഇറക്കുമതി വേണോ, എന്നാൽ അവിടെ നിന്ന് സാധനങ്ങൾ കയറ്റുമതി ചെയ്യണ്ടേ. ഇതാണ് അല്ലാഹ് പറഞ്ഞത്, ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും മിൻ അദാബി ലശദീദ്. ശുക്ർ വേണം സഹോദരാ. ഇത് പറയുമ്പോ നിങ്ങൾ ചിന്തിക്കും, അല്ലാഹ് എന്ത് തന്നിട്ടാ
ഞാൻ ശുക്ർ ചെയ്യേണ്ടത്? എന്നെ യൂസുഫ് അലിയെ പോലെ സമ്പന്നനാക്കിയില്ലല്ലോ, എന്നെ രവിപിള്ളയെ പോലെ കോടീശ്വരനാക്കിയില്ലല്ലോ, എന്നെ ബ്രൂണൈ സുൽത്താനെ പോലെ കക്കൂസിന്റെ ക്ലോസറ്റ് പോലും സ്വർണം കൊണ്ട് നിർമ്മിച്ച, സ്വർണം പൂശിയതല്ല, കക്കൂസിലെ ക്ലോസറ്റ് പോലും സ്വർണ്ണാഭരണം കൊണ്ട് നിർമ്മിച്ച ബ്രൂണൈ സുൽത്താൻ, അദ്ദേഹത്തെ പോലെ അല്ല എന്നെ ആക്കിയില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, അല്ല ഒന്നും തന്നില്ലെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഒരു മനുഷ്യന് പാതിരാത്രി ഉറങ്ങാൻ കിടക്കുകയാ. എന്നെ കേൾക്കുന്ന പെങ്ങളെ, വാടക വീട്ടില് കിടക്കുന്നവരാകാ, മോളെ കെട്ടിക്കാൻ ഒരു നയാ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ആളുകളുടെ മുമ്പിൽ ചെന്ന് കൈനീട്ടുന്നവരാകാ, ചികിത്സിക്കാൻ വകയില്ലാതെ കഷ്ടപ്പെടുന്നവരാകാ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ ആളുകൾ തരുന്ന സഹായത്തിൽ കഴിയുന്നവരാകാം. പക്ഷേ ഒരു മനുഷ്യന് പാതിരാത്രി കിടക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ ആ മനുഷ്യൻ അല്ലാഹുവിനോട് പറഞ്ഞത്രേ, യാ റബ്ബി, എന്റെ നാഥാ, അഫ്ഖർതനി, നീ എന്നെ ഫഖീറാക്കി കളഞ്ഞല്ലോ, എനിക്കൊന്നും തന്നില്ലല്ലോ പടച്ചവനെ. വഗ്നൈത ഫുലാനാ, തൊട്ടപ്പുറത്തെ വീട് ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നു, അവന് നീ സമ്പത്ത് കൊടുത്തല്ലോ അല്ലാ, അവനെപ്പറ മുറി കടകളാ, അവന് വീട്ടിൽ വിശദീകരിച്ച വാഹനമാ മുറ്റത്ത്, അവന്റെ മക്കളെല്ലാം ഉയർന്ന വിദ്യാഭ്യാസ മേഖലയിലാ, എനിക്കൊന്നും തന്നില്ലല്ലോ, എനിക്കൊന്നും തന്നില്ലല്ലോ. അങ്ങനെ ഒരു ചിന്ത എന്റെ കാവുംപറയിലെ ഏതൊരു പെണ്ണക്കാണോ വന്നിട്ടുള്ളത്, അവര് കേൾക്കട്ടെ. ആ മനുഷ്യൻ എന്നിട്ട് കിടന്നുറങ്ങി. ഉറക്കത്തിലതാ ആ നാട്ടിലെ സാലിഹായൊരു മനുഷ്യൻ വരികയാ. എന്നിട്ട് ആ മനുഷ്യനെ എഴുന്നേൽപ്പിച്ചു അത്രേ, എണീക്കടാ, നീ ഉറങ്ങാണോ? ഒരു സാലിഹായ മനുഷ്യനാ. അവര് വന്നിട്ട് ഈ മനുഷ്യനോട് പറഞ്ഞു, എന്നെ ഫക്കീറാക്കി അല്ലാ, അപ്പുറത്തുള്ള വീട്ടുകാരനെ സമ്പന്നനാക്കി കളഞ്ഞല്ലോ എന്ന് ചിന്തിച്ചിട്ട് കിടന്ന മനുഷ്യന്റെ അടുക്കൽ വന്നിട്ട് സാലിഹായ മനുഷ്യന്, സാത്വികനായ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, എഴുന്നേക്ക്. എന്താ എഴുന്നേറ്റിരുന്നപ്പോൾ ചോദിച്ചതെന്നറിയോ? നിന്റെ കണ്ണ് വിൽക്കുന്നുണ്ടോ? നിന്റെ കണ്ണ് നീ കൊടുക്കുന്നുണ്ടോ? കണ്ണിന് ഞാൻ വില തരാം, 100,000 ദീനാർ, 1,00,000 ദീനാർ നിനക്ക് ഞാൻ തരാ. നിന്റെ കണ്ണ് കൊടുക്കുന്നുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, കൊടുത്താ പിന്നെ ഞാൻ എന്തുകൊണ്ടാ കാണുക? രണ്ടാമതാ സാലിഹായ മനുഷ്യൻ ചോദിച്ചു അത്രേ, എന്നാ നിന്റെ കാത് കൊടുക്കുന്നുണ്ടോ? 1,00,000 ദീനാർ തരാ. അയാള് പറഞ്ഞു, പിന്നെ ഞാൻ എന്തുകൊണ്ടാ കേൾക്കുക? ചുരുക്കി പറഞ്ഞാൽ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും എടുത്തെടുത്ത് ചോദിക്കുകയാ. കാലിന്റെ തള്ളവിരൽ മുതൽ അവന്റെ തലമുടി വരെയുള്ള സകലമാന ഭാഗങ്ങളെയും എടുത്തു ചോദിച്ചു, 1,00,000 ദീനാർ വെച്ച് തരാം, എനക്ക് തരാൻ മനസ്സുണ്ടോ? അയാളിരുന്ന് പൊട്ടിക്കരയുകയാ. അയാള് തേങ്ങി തേങ്ങി കരയുകയാ. എന്നിട്ട് പടച്ചവനോട് പറയുന്നു, അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുമ്മ ലക്കൽ ഹംദ്. അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതി അല്ലാ, നിനക്കാണ് സർവസ്തുതി അല്ലാ. അൽഹംദുലില്ലാഹ്. ശുക്രിന്റെ വാചകം അവിടെ ഇരുന്നു കൊണ്ട് മൊഴിയുകയാണ്. കോടികൾ തന്നില്ലെങ്കിൽ എന്താ? ഈ ഒരു കണ്ണില്ലെങ്കിൽ ഉള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. തന്റെ മക്കളെ കാണാൻ പറ്റുമോ? ഭാര്യയെ കാണാൻ പറ്റുമോ? ഈ നീലാകാശത്തെ കാണാൻ പറ്റുമോ? ഈ പച്ചപ്പട്ട് വിരിച്ച ഭൂമിയെ കാണാൻ പറ്റുമോ? ഈ മാമലകളെ കാണാൻ പറ്റുമോ? ഈ മാമരങ്ങളെ കാണാൻ പറ്റുമോ? ഈ സാഗരങ്ങളെ കാണാൻ പറ്റുമോ? എന്തിന്? കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ആ ചോറിന്റെ കളറ് കാണാൻ നിനക്ക് പറ്റുമോ? കാഴ്ച ജന്മനായില്ലാത്തവരോട് ചോദിച്ചു നോക്കണം, മൈക്ക് എന്താന്ന്. മൈക്ക് അതെന്താന്ന് ചോദിച്ചു നോക്ക്. അവര് പഠിച്ച അറിവ് വെച്ച് പറയും. സംസാരിക്കുന്നത് പുറത്തേക്ക് കൊണ്ടുവരുന്ന സാധനം കണ്ടിട്ടുണ്ടോ? ആകാശത്തിന്റെ നിറം കണ്ടിട്ടുണ്ടോ? ഭൂമിയുടെ പച്ചപ്പ് കണ്ടിട്ടുണ്ടോ? എന്താ പച്ചയെന്നറിയോ? എന്താ ചുവപ്പെന്നറിയോ? എന്താ ആകാശമെന്നറിയോ? ഉമ്മാടെ മുഖം എങ്ങനെ ഇരിക്കുന്നു എന്നറിയോ? സ്വന്തം മുഖം കണ്ണാടിയിലൂടെ കണ്ടിട്ടുണ്ടോ? ഇതൊന്നുമില്ലാത്തൊരു മനുഷ്യനും നിങ്ങൾ വെറുതെ ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ.
ഒരു കണ്ണിന് അല്ലാഹു തന്ന ആ പവർ ഉണ്ടല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്ത് എവിടെ വെച്ചായാലും ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ച ആ പ്രസംഗ സ്ഥലത്ത് എന്നെ കൊണ്ടുപോയ പ്രിയപ്പെട്ട പണ്ഡിത സഹോദരനെ ഞാൻ കണ്ടപ്പോ ചോദിച്ചു, നിങ്ങളെന്താ ഇത്ര കൊല്ലം കഴിഞ്ഞു കണ്ടിട്ടെന്ന്. ഞാൻ അദ്ദേഹത്തെ അപ്പോഴേ തിരിച്ചറിഞ്ഞ എന്തുകൊണ്ടാണ്? എന്റെ കണ്ണിനുള്ള പവർ തന്നത് കൊണ്ടല്ലേ, എന്റെ മെമ്മറിക്കുള്ള പവർ തന്നത് കൊണ്ടല്ലേ, അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടത് എന്റെ കാതുകൾക്ക് ശക്തിയുള്ളത് കൊണ്ടല്ലേ, ഞാൻ അദ്ദേഹത്തെ ഇപ്പൊ കണ്ടുമുട്ടിയത് നടന്നു വരാൻ എനിക്ക് കാലിന് ശക്തിയുള്ളത് കൊണ്ടല്ലേ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇതിനൊക്കെ വിലയിടാൻ നിന്നാൽ, നിങ്ങളൊന്ന് ആലോചിച്ചേ, ഇതിനൊക്കെ വിലയിടാൻ നിന്നാൽ അള്ളാഹു ഒന്നും തന്നില്ലെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ സമ്പന്നൻ ആരാണെന്ന്, ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണെന്ന് ചോദിക്കേണ്ടത് ആരോടെന്നറിയോ? ആരോടാ ചോദിക്കേണ്ടത്? വീട്ടിൽ മലമൂത്ര വിസർജനം ചെയ്യാൻ ഒരാളുടെ സഹായം ആവശ്യം വരുന്ന ഒരാൾ എന്നിട്ട് ചോദിക്കണം, അള്ളാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താന്ന് ചോദിക്കണം. ഇതൊന്നും അറിയാത്തവൻ പറയും, ഓ അത് വലിയ മാള്, ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, അതുപോലെ തന്നെ വലിയ വലിയ സ്ഥാപനങ്ങള്, നമ്മളിപ്പോ അർഷദിനെ പോലത്തെ വലിയ വലിയ തടി മുതലാളിമാര്. അള്ളാഹു ഒരു ചെറിയ കടയാണ്, അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. പാവല്ലേ, ആമീൻ പറയും. ഇത്രയും ദൂരെ യാത്ര ചെയ്ത് എന്നെ വിളിക്കാൻ വേണ്ടി വന്ന മറ്റൊരു അർഷദിന്റെ ഭാര്യ ഇന്നോ നാളെയോ ഡെലിവറിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിരിക്കും. അള്ളാഹു സുഖപ്രസവം നൽകട്ടെ. എന്നാലേ നമ്മുടെ ഭാര്യയ്ക്ക് സുഖപ്രസവം കിട്ടുള്ളൂ. മറ്റുള്ളവന് ദ്വാരൊക്കെ ആമീൻ പറയണം, ഇല്ലെങ്കിൽ പണി അമ്മക്കാ വീഴുന്നത്. അവൻ ആമീൻ പറയാൻ മലക്കുകളുണ്ട്, അമ്മക്ക് ആമീൻ പറയാൻ ആരും ഉണ്ടാവൂല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് തന്ന നിഅമത്തുകൾ ചില്ലറയല്ല. രോഗിയായി കിടക്കുന്നവന്റെ അടുത്ത് എന്നിട്ട് ചോദിക്കണം, കാക്ക ഏറ്റവും വലിയ അനുഗ്രഹം ഏതാ? അത് അനുഭവിക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഞാൻ ഇരുത്തിക്കൊണ്ട് വിഷമിപ്പിക്കുന്നതല്ല. അഷ്റഫ് സാഹിബിനോട് ചോദിക്കണം, അള്ളാഹു തന്ന നിഅമത്ത് ഏതാ? എനിക്ക് റോഡ് സൈഡിൽ ഒരു ചെറിയ ഹോട്ടലല്ല, പിന്നെയോ ഒരു മകന്റെ വേർപാടിന്റെ വേദന തിരിച്ചറിയുമ്പോഴേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഇപ്പൊ ഒന്നും അറിയില്ല, ഇപ്പോഴൊന്നും അറിയില്ല. അള്ളാഹു എന്തെല്ലാം നിഅമത്തുകൾ നമുക്ക് തന്നു. ഒരു ശുക്ർ ചെയ്യാൻ നമുക്ക് മനസ്സുണ്ടോ? ആ മനസ്സില്ലാത്തത് കൊണ്ടാണ് പടവലം പോലെ താഴോട്ട് നമ്മൾ വളരുന്നത്. നമുക്ക് മേപ്പോട്ട് പൊങ്ങണമെങ്കിൽ ലഇൻ ശക്കർതും ലഅസീദന്നകും, നമ്മൾ ശുക്ർ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ അള്ളാഹു തന്നോണ്ടിരിക്കുള്ളൂ. എന്തെങ്കിലും തന്നാ ഉടനെ അൽഹംദുലില്ലാ പറയണം. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അൽഹംദുലില്ലാ, ഒരു പിടി ആഹാരം കഴിച്ചാൽ അൽഹംദുലില്ലാ, ഇത് നമുക്ക് പറയാൻ കഴിഞ്ഞാൽ മാത്രമേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് വീണ്ടും വീണ്ടും തരുള്ളൂ. ഇത് അള്ളാഹു ഒരടിക്ക് എവിടെന്നെങ്കിലും ഒരു 10 ലക്ഷം രൂപ തന്നാൽ 10 രൂപ പള്ളിക്ക് ചോദിച്ചാൽ ഞാൻ തരൂല, കട്ടപ്പെട്ടുണ്ടാക്കിയാണ്, പോടാ പോയി പണി നോക്കടാന്ന് പറയും. പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കും. അള്ളാഹു താല 20 ലക്ഷം രൂപ ആശുപത്രി കൊണ്ട് കൊടുക്കാനുള്ള പണി ഒപ്പിച്ചു തരും. അതേസമയം 10 ലക്ഷം രൂപ കയ്യിൽ തന്നു അള്ളാഹു താല. എന്താ വേണ്ടത്? 1 ലക്ഷം രൂപ. ബിസ്മില്ലാ, അതായിരിക്കട്ടെ, 9 ലക്ഷം രൂപ ലാഭം തന്നല്ലോ, പടച്ചോനല്ലേ 10 ലക്ഷം തന്നത്. അപ്പൊ അള്ളാഹ് ചെയ്യുന്ന എന്താ അറിയാ? ഒന്നിന് 10 അള്ളാഹു താല അടുത്ത 10 ലക്ഷം രൂപ അവന് കൊടുക്കും. അപ്പൊ 19 ലക്ഷം രൂപയായില്ലേ? വീണ്ടും അള്ളാഹു താല ചോദിക്കാൻ മനുഷ്യന്റെ നാവിലൂടെ, പള്ളിക്ക് വേണ്ടി എന്തെങ്കിലും കൊടുക്കുവോ? എത്ര വേണം? 50,000 രൂപ. ബിസ്മില്ലാ, കിടക്കട്ടെ. 50,000 രൂപ കൊടുത്ത് അള്ളാഹു താല 5 ലക്ഷം കൊടുക്കുള്ളൂ. ഒന്നിന് 10 ആണ്. ഇത് ഈ നാളെയാണെന്ന് പറയണം ലോട്ടറിക്കാരനെ മാത്രമേ നമുക്ക് വിശ്വാസമുള്ളൂ. അത് എന്ന് പോയാലും കേൾക്കുന്ന വാക്ക് തന്നെ, നാളെയാണ്. ഇന്ന് ആർക്കും പഠിച്ചിട്ടില്ല, എല്ലാം നാളെ. അതിൽ മാത്രം നമുക്ക് വിശ്വാസമുണ്ട്. അള്ളാഹു പറയാണ്, ഒന്നിന് 10 നിങ്ങൾക്ക് തരാം. ഒരു നെൽമണി എടുത്ത്, ഖുർആൻ പറഞ്ഞ ഉപമ അതാണ് ബഖറയില്. ഒരു നെൽമണി എടുത്തിട്ട് ഒരു കൃഷിപ്പാടത്തിലേക്ക് വെക്കുന്ന ഒരുത്തൻ, അതിൽ നിന്ന് 7 കതിരുകൾ വന്നു. നോക്ക്, ഒരു നെല്ലെടുത്ത് കുഴിച്ചിട്ടപ്പോ 7 കതിര് പൊട്ടി. ഓരോ കതിരിലും 100 വീതം, അല്ലെ സാർ? 100 എണ്ണം വീതം. അപ്പൊ എത്ര? 700 ആയ. വെച്ചതെത്ര? ഒരു ധാന്യമണി. വന്നതെത്ര? 700. ഇതാണ് സ്വതക്ക. ഇത് ഖുർആൻ പറഞ്ഞ ഉദാഹരണമാണ്, എന്റെ വാക്കല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സമ്പത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ തന്നതുപോലെ വിനിയോഗിക്കുക. ശരീരം അല്ലാഹു തന്ന ആഫിയത്ത്, ആരോഗ്യം അല്ലാഹു തന്നതാണ്, നിഅമത്താണ്. അത് അവന് വേണ്ടി വിനിയോഗിക്കണേ സഹോദരാ. നാളെ ഒന്ന് നിന്ന് നിസ്കരിക്കണമെന്ന് ചിന്തിക്കുമ്പോ ഡിസ്കിന് കംപ്ലൈന്റ് ആയിരിക്കും. ഒന്ന് കുനിയണമെന്ന് തോന്നുമ്പോ കുനിയാൻ പറ്റൂല. ഒന്ന് സുജൂദിൽ കിടക്കണമെന്ന മോഹം വരുമ്പോ മുതുക് വളയാത്ത അവസ്ഥ വരുന്നു. ആ സമയത്ത് സഹോദരങ്ങളെ, നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ നമ്മളതെല്ലാം നന്ദി കാണിക്കണം. മനുഷ്യന്റെ അവസ്ഥ എന്താണ്? മനുഷ്യന്റെ അവസ്ഥ എന്താണെന്നറിയോ? നമുക്ക് എന്ത് കിട്ടിയാൽ നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ ഭയങ്കര താല്പര്യം. അല്ലാഹ് അങ്ങനെയല്ല.
നമ്മൾ എന്തെല്ലോ തെറ്റുകൾ ചെയ്യുന്നിട്ട് അള്ളാഹു എന്തെങ്കിലും നമുക്ക് തടഞ്ഞോ? വീട്ടിൽ വേലക്കാരന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൊടുത്ത്, നമ്മൾ കുടിക്കാൻ വെള്ളം കൊടുത്ത്, നമ്മൾ ഉടുക്കാൻ തുണി കൊടുത്ത്, എല്ലാം കൊടുത്ത്, എന്നിട്ട് അവൻ നാട്ടുകാരെ മുമ്പ് ചെന്ന് നമ്മളെ കൊഞ്ഞനം കുത്തിയാൽ നമ്മൾ നാളെ ആഹാരം കൊടുക്കോ? ചിന്തിച്ചു നോക്കിയേ, നമ്മൾ കൊടുക്കോ? അവന് പിറ്റന്ന് മുതൽ പട്ടിണിക്കിടും നമ്മൾ. അല്ല എല്ലാം തന്ന്, ഭക്ഷണം തന്ന്, വെള്ളം തന്ന്, കുടിക്കാൻ തന്ന്, ഉടുക്കാൻ തന്ന്, ഓടാനും ചാടാനും ഇരിക്കാനും നിൽക്കാനും ചിരിക്കാനും കരയാനും തിന്നാനും കുടിക്കാനും ഒക്കെ അള്ളാഹു താല ആരോഗ്യം സർവ്വതും തന്നു. എന്നിട്ട് അല്ല പറഞ്ഞു, എടാ ഒന്ന് എണീറ്റ് സുബഹി നിസ്കരിക്ക്, കിടന്ന് മൂടി പുലച്ചുറങ്ങാൻ. എടാ ഒന്ന് ളുഹർ നിസ്കരിക്ക്, പടച്ചോനെ സമയമില്ല, പെട്ടെന്ന് ഇടം പോരണ്ട്. അസർ നിസ്കരിക്ക്, വന്ന ക്ഷീണമാ പടച്ചോനെ. മഗ്രിബ് നിസ്കരിക്ക്, വല്ലാത്തൊരു ശാരീരികമായ ബുദ്ധിമുട്ട്. ഇശാ നിസ്കരിക്ക്, വല്ലാതെ ഉറക്കം വരുക പടച്ചോനെ എന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ സുബഹിക്ക് അള്ളാഹു ഭക്ഷണം തരാതിരുന്നോ? ആലോചിച്ച് നോക്കിയേ. മൂസാ നബി ഒരിക്കൽ അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ ഇലാഹി, എന്റെ നാഥാ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, തരുവോ അല്ലാ? അല്ല ചോദിച്ചു മൂസാ നബിയോട്, എന്താ വേണ്ടത്? ഞാനില്ലാത്തപ്പോ എന്നെ പറ്റി പലതും പറയുന്നുണ്ട് ജനങ്ങള്, അതൊന്ന് പിടിച്ചു കെട്ടാൻ പറ്റുമോ? മൂസാ നബി ചോദിച്ച വാക്ക്, ഞാൻ പ്രസംഗിച്ചെന്ന് പോകുമ്പോ എന്തെല്ലാം നിങ്ങൾ എന്നെ പറ്റി പറയും അല്ലേ? ഞാൻ നാളെ തിരുവനന്തപുരത്തെ പരിപാടി, ഞാൻ അവിടെ പോയി നിങ്ങളെ പറ്റി എന്തെല്ലാം പറയും. ഞാൻ മോശമൊന്നും പറയില്ല, നിങ്ങളും എന്നെ പറ്റി മോശമൊന്നും പറയില്ല. ഞാൻ പറഞ്ഞത് പിടിച്ചു കെട്ട, ഈ കാറ്റടിക്കുന്നിടത്തൊക്കെ വേലി കെട്ടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് പോലെ നമ്മളെ കൊണ്ട് പറ്റുമോ ഈ ആളുകളെ എല്ലാം തടഞ്ഞു നിർത്താൻ? എന്തെല്ലാം പറയുന്നുണ്ട് ആളുകൾ, എന്തെല്ലാം നമ്മളെ പറ്റി പറയുന്നുണ്ട്. ഈ പറയുന്നവർക്ക് ചെന്നിട്ട് അങ്ങനെയല്ല കാക്ക, അങ്ങനെയല്ല അളിയ, അങ്ങനെയല്ല മാമ, അങ്ങനെയല്ല കൊച്ചാപ്പ, അങ്ങനെയല്ല അമ്മാവ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നടക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യന് ജീവിതം ഉണ്ടോ? സാർത്ഥവാഹകർ സംഘം മുന്നോട്ട് നായകളെ കുരയ്ക്കും. പോകുന്ന സ്ഥലത്ത് കല്ലെടുത്തെറിയാൻ നിന്നാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തൂല. ഇവിടുന്ന് നേരെ ഇറങ്ങി കോഴിക്കോടേക്ക് പോകാൻ വേണ്ടിയിട്ട് നടന്നു പോവാൻ ഈ വഴിയിൽ നിൽക്കുന്ന പട്ടികൾ നായകളെ കുരയ്ക്കുന്നുണ്ട്. ഓരോ നായയും കല്ലെടുത്തെറിഞ്ഞുകൊണ്ട് നീ കോഴിക്കോട് എത്തൂല. നീ എന്തു വേണം? കുരയ്ക്കുന്ന പട്ടികൾ കുരച്ചോട്ടെ, നീ മുമ്പോട്ട് പോകണമെങ്കിൽ നിനക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുള്ളൂ. എന്റെ വാക്കല്ല, ഒരു ചിന്തകന്റെ വാക്കാ എന്ന് പറഞ്ഞതുപോലെ ആളുകൾ പറയുന്നത് കാര്യമാക്കണ്ട. നിങ്ങൾക്കറിയോ, മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, പടച്ചോനെ എനിക്ക് ഒറ്റ കാര്യം തന്നാ മതി, എന്നെ പറ്റി ഞാൻ ഇല്ലാത്തപ്പോ ആരും പറയരുത്. അത് പറ്റുമോ അല്ലാ? ആ സമയത്ത് അല്ല പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അതാ നമ്മുടെ വിഷയം. മൂസാ നബിയോട് അല്ല പറയുന്നു, യാ മൂസാ, മൂസ നബിയേ, മത്തഖദതു ദാലിക ലിനഫ്സി, നീ ഈ ആഗ്രഹം പറഞ്ഞല്ലോ, ഇത് എനിക്ക് പോലും ഞാൻ വെച്ചിട്ടില്ല. അല്ല പറയാൻ, ഞാൻ എനിക്ക് പോലും വെച്ചിട്ടില്ല. ഇന്നി ഖലഖ്തുഹും, ഞാനാണ് ജനങ്ങളെ സൃഷ്ടിച്ചത്. അല്ല പറയുന്നു, വഅർസുഖുഹും, ഞാനാണ് അവർക്ക് റിസ്ക് കൊടുത്തത്. വഉആഫീഹിം, ഞാനാണ് അവർക്ക് ആഫിയത്ത് കൊടുക്കുന്നത്. വയഖൂലൂന, എന്നിട്ട് അവർ പറയുന്നു, ഇത്തഖദതു സാഹിബതൻ വവലദ, എനിക്ക് ഭാര്യയും മക്കളും ഉണ്ടെന്ന്. അല്ല പറയാ, ഞാൻ ജന്മം കൊടുത്ത് സൃഷ്ടിച്ച്, ഞാൻ ചാപ്പാടും കൊടുത്ത്, ഞാൻ കഴിക്കാനുള്ള ആരോഗ്യം കൊടുത്ത്, എല്ലാം ചെയ്ത് കൊടുത്തിട്ടും ഇവന്മാര് പറയുന്ന നീ കേട്ടില്ലേ മൂസാ നബിയെ, എനിക്ക് ഭാര്യയുണ്ട് മക്കളുണ്ട് എന്ന്. അല്ല ആരാ? പടച്ചോൻ എവിടത്തെയാടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് 2022 ജനുവരി മാസം 2024 ജനുവരി മാസം 22 ഇന്നലത്തെ ദിവസം അല്ലേ? ആ ദിവസം മനസ്സിലായല്ലോ എന്താന്ന്? 2024 ജാനുവരി മാസം 22 തീയതി എന്താന്ന് മനസ്സിലായല്ലോ? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കറുത്ത ദിനം. അതവിടെ നിൽക്കട്ടെ, തൽക്കാലം ഞാൻ അത്രേ പറയുന്നുള്ളൂ. അപ്പൊ ആ ദിനത്തില് പല ആളുകളും ചോദിക്കുക, അല്ല എവിടെ നിന്ന് വന്നതാ, എന്താ പടച്ചോയി എന്ന് പറയാ. നമ്മൾ ആ ഭാഗത്തെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല, പേടിച്ചിട്ടോ ഒന്നുമല്ല, അതിന്റെ ആവശ്യമില്ല. എന്തിനാ നമ്മൾ ആ കാര്യം പറയേണ്ടത്? കാര്യമില്ലല്ലോ. പക്ഷെ അള്ളാഹു എവിടാ, പടച്ചോൻ എവിടാ, എന്താടാ ഈ അള്ളാ, എന്നാണ് റബ്ബ് ഉണ്ടായതെന്നും പറഞ്ഞിട്ട് ചോദിക്കുന്ന കുറെ വിവരം കെട്ട എക്സ് മുസ്ലിം എടോ, കഴിച്ച ഭക്ഷണത്തിന്റെ മലമെന്ന് വിളിച്ചാൽ മതി. അതിനെന്തിനാ എക്സ് ബിരിയാണി എന്ന് പറയുന്നത്?
എക്സ് പായസം എന്ന് പറയുന്നത് എന്തിന്? അതിന്റെ പേര് കൊടുത്താൽ പോരെ. ആ പേരെ നിങ്ങൾക്ക് അർഹതയുള്ളൂ, അല്ലാതെ അതിന് മുമ്പത്തെ പേര് പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിലൂടെ കടന്നു വന്നിട്ട് പടച്ചവനെ തെറിവിളിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് അല്ലാഹു ഉടുക്കാനും കുടിക്കാനും തിന്നാനും ഉറങ്ങാനും എല്ലാത്തിനും ആഫിയത്ത് തരുന്നത്, ആരോഗ്യം തരുന്നത്, സർവ്വ സാധനങ്ങളും സാമഗ്രികളും ചരക്കുകളും മുതലുകളും തരുന്നത് എന്തുകൊണ്ടെന്നറിയോ? മൂസാ നബിയോട് അല്ലാഹു പറഞ്ഞു, ഇന്നി ഖലഖ്തുഹും വഅർസുഖുഹും വഉആഫീഹിം, ഞാൻ എല്ലാം കൊടുത്തു. യഖൂലൂന ഇത്തഖറത സാഹിബതൻ വവലദാ, എന്നിട്ട് അവർ പറയുന്നു എനിക്ക് ഭാര്യ മക്കളുണ്ടെന്ന്. മൂസാ മത്തഖതു ദാലിക ലിനഫ്സി, ഞാൻ എനിക്ക് പോലും അങ്ങനെ ഈ ശത്രുക്കൾ എനിക്കില്ലാത്തൊരവസ്ഥ ഞാൻ ആക്കിയിട്ടില്ല. എനിക്ക് ശത്രുക്കളുണ്ട് മൂസാ, അതുകൊണ്ട് അക്കാര്യം നീ എന്നോട് ചോദിക്കണ്ട. ഞാൻ എന്റെ വിഷയം എന്താണെന്നറിയോ? അല്ല എല്ലാം തന്നിട്ട് നമ്മൾ ധിക്കരിക്കുന്നു. എന്റെ സഹോദരങ്ങളെ, എന്നിട്ട് അല്ല എന്തെങ്കിലും തടയുന്നുണ്ടോ? ഈ ഇരിക്കുന്ന സഹോദരിമാര്, പുരുഷന്മാരുടെ ഒരു 3 ഇരട്ടി സഹോദരിമാരുണ്ട്. ആ സഹോദരിമാരോട് ചോദിക്കണം, നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ നിങ്ങൾ കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചെന്ന് ചോദിച്ചു നോക്കിയാൽ ദാരിമി ഉസ്താദെ അവര് പറയും, മാവ് ആട്ടി വെച്ച്, അങ്ങനല്ലേ ആട്ടി വെക്കാന്നല്ലേ, മാവ് എന്താ പറയാ, മാവ് റെഡിയാക്കി വെച്ച് കുഴച്ചു വെക്കുക. മാവ് കുഴച്ചു വെച്ചിട്ടാ വന്നത്, അരി എടുത്ത് മാറ്റി വെച്ചിട്ടാ വന്നത്, കടല വെള്ളത്തിട്ടിട്ടാ വന്നത്, പയറ് വെള്ളത്തിലിട്ടിട്ടാ വന്നത്, ഫ്രിഡ്ജിൽ നിന്ന് ഫ്രിഡ്ജിൽ നിന്ന് എന്താണ് ഇറച്ചി എടുത്ത് മാറ്റി വെച്ചിട്ടാ വന്നത്, ചിക്കൻ പീസാക്കി വെച്ചിട്ടാ വന്നത്. കാരണം വാഴലല്ലേ, തിരിച്ചു ചെന്നാ പിന്നെ സമയം കിട്ടിയെന്ന് വരൂല, രാവിലെ എണീറ്റിട്ട് ഉണ്ടാക്കാനുള്ളതല്ലേ എന്നൊക്കെ നമ്മൾ പറയും. എന്നിട്ട് നാളെ എന്താ ദിവസം? വ്യാഴാഴ്ച. ഈ വ്യാഴാഴ്ച ദിവസത്തിന്റെ പ്രഭാത ഭക്ഷണത്തെ ബുധനാഴ്ചത്തെ രാത്രിയിൽ തയ്യാറാക്കി വെച്ചിട്ട് വന്ന പെങ്ങന്മാരോട് ചോദിക്കുകയാണ്, നാളത്തെ സുബഹി അല്ലെങ്കിൽ നാളത്തെ ളുഹർ ഇന്ന് നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിച്ചു നോക്ക്. അല്ല പറയും എനിക്ക് വേണ്ട കൊണ്ടുപോടാന്ന് പറയും. അള്ളാഹ്ക്ക് അന്നന്ന സമയത്തുള്ള പ്രസന്റ്ലി സാധനം മതി, അള്ളാഹ്ക്ക് ഫ്രഷ് മതി. നമ്മളോ നാളത്തെ ആഹാരം ഇപ്പോഴേ റെഡിയാക്കി വെച്ച്. അല്ല പറയുന്നത് എന്താ? എനിക്ക് നിങ്ങൾ ഇപ്പോഴത്തെ ഇശ എന്നാ എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കും. നാളെ നേരം വെളുക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ആയുസ് തന്നിട്ട് നിങ്ങൾ എണീറ്റ് സുബഹീകരിച്ചാൽ മതി. അള്ളാഹു എത്ര കരുണയുള്ളവനാണ്, എന്തെല്ലാം നമുക്ക് തന്നു, എന്നിട്ടൊരു ശുക്ർ ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അതുകൊണ്ടാണ് പറഞ്ഞത് ദുആരക്കണേ, അഇന്നി അലാ ദിക്രിക വശുക്രിക. അവസാനിപ്പിക്കട്ടെ. മൂന്നാമത്തെ കാര്യമേതെന്നറിയോ? വഹുസ്നി ഇബാദതിക. മൂന്നാമത് ചോദിക്കാൻ പറഞ്ഞത് ഹുസ്നുൽ ഇബാദയാ. എന്താ ഈ ഹുസ്നുൽ ഇബാദ? അതുകൊണ്ട് പറഞ്ഞിട്ട് നിർത്തിക്കൊള്ളാം. ഈ ഹുസ്നുൽ ഇബാദ എന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? നമ്മളെ അല്ലാഹു തആല ഈ ലോകത്ത് അയച്ചെന്തിനാ? ഹുസ്നുൽ ഇബാദയ്ക്കാണ്. അല്ലാതെ വലിയ കണ്ടെയ്നർ നിറച്ച് അമല് കയറ്റി അങ്ങ് വിടാൻ വേണ്ടിയിട്ടല്ല. ആര് ഒത്തിരി കൊണ്ടുപോകുന്നു എന്ന് അള്ളാഹ് കാണേണ്ട കാര്യേയില്ല. ഒരു ഹദീസിൽ കാണാം, തിഹാമ പർവ്വതത്തിന്റെ വലിപ്പത്തിന് അമലുകളുമായിട്ട് വരുന്ന ചില ആളുകളുണ്ട്. അല്ല പറയാണ്, ഇവനൊന്നും ആ അമല് ചെയ്തതിൽ ആത്മാർത്ഥത ഇല്ലാത്തത് കൊണ്ട് തന്നെ യജ്അലുഹുല്ലാഹു ഹബാഅൻ മൻസൂറ, ധൂമധൂളി പോലെ, ബലൂൺ പൊട്ടും പോലെ, കുമിള പൊട്ടും പോലെ അല്ലാഹു തആല പൊട്ടിച്ചങ്ങ് കളയും. ഒരു ഉപയോഗം ഇല്ലാതെ ആവും. ഏതമല്? തിഹാമ പർവ്വതത്തിന്റെ വലിപ്പത്തിന് അമലുകളുമായിട്ട് പോകുന്ന ആളുകൾ. ഒരുപാട് കൊണ്ടുപോണ്ട. എന്തിനാണ് നമ്മളെ നിയോഗിച്ചത്? തബാറകല്ലദീ ബിയദിഹിൽ മുൽകു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലാഹ് പറയുകയാണ്, നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് എന്തിനെന്നറിയോ? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ആരാണ് ഹുസ്നുൽ അമൽ ചെയ്തതെന്നറിയാനാ, അല്ലാതെ ആരാണ് ഒത്തിരി ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ല. ലിയബ്ലുവകും അയ്യുകും അക്സറു അമലാ. ആരാണ് അധികം ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ല. പിന്നെയോ അല്ലാഹ് പറഞ്ഞത് അഹ്സനു അമലാ. ആരാണ് നല്ലത് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. സഹോദരങ്ങളെ, അല്ലാഹ് സ്വീകരിക്കുന്നതും അത് തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നു, ഉലൈകല്ലദീന നതഖബ്ബലു അൻഹും അഹ്സന മാ അമിലൂ. അല്ലാഹ് ഖബൂൽ ചെയ്യുന്ന അമൽ അഹ്സനായ അമലാണ് ഹുസ്നുൽ ഇബാദയാ. അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ പറയാ. സഹോദരങ്ങളെ, പരലോകത്ത് പ്രതിഫലം തരുന്നതും അതിന് തന്നെയാണ്. ലിയജ്സിയഹുമുല്ലാഹു അഹ്സന മാ അമിലൂ. ഒരു മനുഷ്യൻ ചെയ്ത അമലുകളിൽ അഹ്സനായ ഹുസ്നായ അമലിനെ അല്ലാഹ് പ്രതിഫലം കൊടുക്കുകയുള്ളൂ. അല്ലാഹുവേ, ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഇബാദത്തിനെ ഹുസ്നുൽ ഇബാദ ആക്കണേ അല്ലാഹ്.
അതിനെന്താ വേണ്ടതെന്നറിയോ? 3 കാര്യങ്ങൾ ചെയ്താൽ മതി. ഇന്ന് അമല് ചെയ്യാൻ വേണ്ടി പറയാൻ ഇൻഷാ അല്ലാഹ്. ആ കാര്യം ഞാൻ പറയുമ്പോഴേക്കും നമ്മുടെ സമയം തീരും. അപ്പോഴും നമുക്ക് നിർത്താൻ ദുആ ചെയ്യാം. 3 കാര്യം ചെയ്തോളി. ഇന്നത്തെ ഈ രാത്രി മുതൽ അള്ളാഹുവിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന അമലുകൾ ഹുസ്നുൽ ഇബാദയാകാൻ വേണ്ടി 3 കാര്യങ്ങൾ ചെയ്യും. അതുവരെ ആരും എഴുന്നേക്കരുത്. 1ാമത്തെ കാര്യം, നമ്മുടെ വീട്ടിൽ ഇപ്പൊ ഒരു പണിക്കാരനെ നിർത്തി. നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ കടയിൽ ഒരു സ്റ്റാഫ് ഉണ്ട്. ഇപ്പൊ അങ്ങനെയാണല്ലോ. ഉറക്കം പറഞ്ഞില്ലല്ലോ. ഇല്ല, ഒരാള് ഒരു ഷോപ്പിൽ ഒരു സ്റ്റാഫിനെ നിർത്തി. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കസേരയിട്ട് അവിടെ ഇരിക്കാൻ. നമ്മൾ അതിന്റെ GM ആണ്, അല്ലെങ്കിൽ MD ആണ്, എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മേലധികാരിയാണ്, എന്തോ ആയിക്കോട്ടെ. നമ്മൾ അവിടെ നിൽക്കുന്നു എന്ന് കണ്ടാൽ ഈ സ്റ്റാഫ് നല്ലപോലെ പണിയെടുക്കോ ഇല്ലേ? എടുക്കൂലേ? എടുക്കും. ഇനി നമ്മൾ അവിടെ ഇല്ല, നമ്മളവിടെ ഇല്ല. പക്ഷേ ക്യാമറ വെച്ചിട്ടുണ്ട്. നമ്മൾ വീട്ടിലിരുന്ന് ക്യാമറയിലൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞാലും ഇയാൾ നല്ലപോലെ പണിയെടുക്കൂലേ? നല്ലതുപോലെ പണിയെടുക്കും. കാരണം എന്താ? ആദ്യം പറഞ്ഞത് ഏത്? നമ്മൾ ആ പ്രസന്റിൽ അവിടെ ഇരുന്നിട്ട് അയാൾ ചെയ്യുന്ന പണി, നമ്മൾ കൊട്ടേഷൻ അല്ലെങ്കിൽ നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുന്ന പണിയിൽ നമ്മൾ അയാളെയും കാണുന്നുണ്ട്, അയാൾ നമ്മളെയും കാണുന്നുണ്ട്. രണ്ടാമത് പറഞ്ഞത് CCTV ക്യാമറ വെച്ചിട്ട് നമ്മൾ റൂമില് അല്ലെങ്കിൽ ഓഫീസിൽ ഇരിക്കുകയാണ്, പണിക്കാരൻ അവിടെ പണിയെടുക്കാൻ. അതില് സത്യസന്ധമായി പറഞ്ഞാൽ നമ്മൾ അയാളെ കാണുന്നുണ്ട്, അയാൾ നമ്മളെ കാണുന്നില്ല. അയാള് നമ്മളെ കാണുന്നില്ല, നമ്മൾ അയാളെ കാണുന്നുണ്ട് ക്യാമറ വെച്ചിട്ട്, അല്ലേ? എങ്കിലും അയാൾ പണിയെടുക്കൂലേ? ഇതിന്റെ പേരാണ് ഹുസ്നുൽ ഇബാദ. ഇഹ്സാൻ എന്ന് വേണമെങ്കിൽ നമുക്കതിന് പറയാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണ്? അന തഅബുദല്ലാഹ കഅന്നക തറാ. നീ അല്ലാഹുവിനെ കാണും പോലെ ഇബാദത്ത് എടുക്കണേ മനുഷ്യ. അല്ലാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് എടുക്കണേ മനുഷ്യ. ഏതുപോലെ എന്നറിയോ? നമ്മളൊരു പണിക്കാരനെ നിർത്തിയിട്ട് അടുത്ത് നമ്മൾ ചെന്നിരിക്കുമ്പോ ആ പണിക്കാരൻ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാ. അതാണ് തഅബുദല്ലാഹ കഅന്നക തറാ. നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് എടുക്കണേ മനുഷ്യ. രണ്ടാമത് ഫഇല്ലം തകുന തറാഹു ഫഇന്നഹു യറാ. അത് CCTV ക്യാമറയിലൂടെ നോക്കുമ്പോൾ നീ അവനെ കാണുന്നില്ലെങ്കിലും ആ ജോലിക്കാരൻ, ആ മുതലാളി നിന്നെ കാണുകയാണല്ലോ. എന്നതുപോലെ നീ പടച്ചവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാ. സഹോദരങ്ങളെ, അങ്ങനെ ഇബാദത്ത് എടുക്കണം. ഏത് സമയത്തും നമ്മുടെ ഇബാദത്തുകൾ ഇതെന്റെ പടച്ചവൻ നോക്കിക്കൊണ്ടിരിക്കുകയാ. സത്യത്തിൽ ഞാൻ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന ബോധം വന്നാൽ അതിന്റെ പേരാണ് ഹുസ്നുൽ ഇബാദ. നല്ല ഇബാദത്ത് എന്ന് പറയുന്നത് അതാണ്. ഒന്ന് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എന്തായിരിക്കണം? അല്ലാഹ് എന്നെ കണ്ടോണ്ടിരിക്കാൻ. ഞാൻ കാണുന്നില്ലെങ്കിലും അവൻ എന്നെ കണ്ടോണ്ടിരിക്കാൻ. ഏത് ഇബാദത്തും അങ്ങനെ തന്നെ ആയിക്കോ. ഇപ്പോ ആരാ ഒരു 10,000 രൂപ പറയുന്നതെന്ന് ചോദിച്ചു. നമ്മുടെ വീട്ടിൽ അടുക്കി വെച്ചിരിക്കുന്ന നോട്ട് നമുക്ക് നമ്മുടെ ഭാര്യയ്ക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷെ ഇത് അറിയുന്ന അല്ലാഹ് ഉണ്ടല്ലോ. എല്ലാരും പറയുന്നത് എന്താണെന്നറിയോ? പൈസ ഇല്ല, പൈസ ഇല്ല, പൈസ ഇല്ല. ഈ മോടിയേറി രാത്രി 12 മണിക്ക് നാളെ മുതൽ ഒരു നോട്ടും പ്രാബല്യത്തിലില്ലെന്നെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ അടുത്ത ബാങ്ക് എവിടെ അവസ്ഥ? നടുവണ്ണൂർ. അവിടത്തെ മുമ്പിൽ നമ്മൾ ഹാജറായിട്ടുണ്ടാവും. തലേ ദിവസം ഒന്നുമില്ലാന്ന് പറഞ്ഞവനാ. ഒന്നുമില്ലാത്തവനെ ബാങ്കിന് ഉപയോഗിക്കുന്നതിന് സകല മാളത്തിരുന്നവരെ പുറത്തിറക്കാൻ മോഡിക്ക് കഴിഞ്ഞു. അത് വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നുള്ളത് ചിരിക്കാനല്ലാതെ നമുക്ക് വേറെ മറുപടി ഒന്നുമില്ല. ഏതോ ആയിക്കോട്ടെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയാണെങ്കിലും അല്ലാഹ് കാണുന്നുണ്ട്. അല്ലാഹ് കാണുന്നുണ്ട്. ഒന്ന്, അതിന്റെ പേരാണ് ഹുസ്നുൽ ഇബാദ. ഇനി രണ്ടാമത് എന്ത് ചെയ്യണമെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരാളെ ഉപദേശിക്കുമ്പോൾ നബി തങ്ങൾ പറയുന്നു, സഹബാ സ്വല്ലി സ്വലാത്ത മുവദ്ദിഈ. നീ നിസ്കരിക്കുമ്പോൾ അവസാനത്തെ നിസ്കാരക്കാരനെ പോലെ നിസ്കരിക്കണേ. ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങുമ്പോ നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് സുബഹി നിസ്കാരത്തിന് വേണ്ടി സടകുടഞ്ഞെഴുന്നേക്കുമല്ലോ. ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്തെന്നറിയോ? അല്ലാഹ്, ഇതെന്റെ അവസാനത്തെ നിസ്കാരമാ. അടുത്ത
ളുഹറിന്റെ ബാങ്ക് പള്ളിയിൽ കേൾക്കുമ്പോൾ എന്റെ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് ആളുകൾ നിസ്കരിക്കേണ്ടി വരുന്നു. പടച്ചോറബേ, ഇതെന്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാണെന്ന് ചിന്തിച്ച് നിസ്കരിക്കുമോ? ആ ഇബാദത്ത് ഹുസ്നുൽ ഇബാദയാ. ഈ വഅള് പറയുമ്പോൾ ഞാൻ ചിന്തിക്കേണ്ടത് വഅള് നന്നാകണമെങ്കിലും മൈക്ക് നന്നായാ പോരാ, ആളുകൾ ഉണ്ടായാ പോരാ, പിരിവ് നടന്നാ പോരാ, പ്രിയപ്പെട്ടവരെ എന്റെ മാനസികമായ നല്ല മൂടുണ്ടായാ പോരാ. അതിനപ്പുറത്തും മറ്റൊരു കാര്യമുണ്ട്. ഇതെന്റെ അവസാനത്തെ പ്രസംഗമാ. ഇനി അള്ളാന്റെ ദീൻ ഒരാളുടെ മുമ്പിൽ പറയാൻ എനിക്ക് പറ്റൂലെങ്കിലോ എന്ന ചിന്തയിൽ ഞാൻ പ്രസംഗിച്ച ആ പ്രസംഗത്തിന്റെ പേര് ഹുസ്നുൽ ഇബാദ. നോമ്പ് പിടിക്കുമ്പോ ചിന്തിക്കേണ്ടത്, അല്ലാ ഇതെന്റെ അവസാനത്തെ നോമ്പാ. പള്ളിക്ക് വേണ്ടി കൊടുക്കുമോ? പാവപ്പെട്ടവന് വേണ്ടി കൊടുക്കുമോ? ശംസുൽ ഉലമാ തങ്ങളുടെ പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കൊടുക്കുമോ? എണീറ്റ് കൊണ്ട് 10,000 രൂപ പറയാണ്. അവന്റെ മനസ്സിൽ ഹുസ്നുൽ ഇബാദ ആകുന്നത് എങ്ങനാണ്? ഇനി എന്റെ ദുനിയാവിൽ ഒരു നയാ പൈസ സദഖ കൊടുക്കാൻ പറ്റൂല. ആ ഒരു ചിന്തയിൽ സദഖ കൊടുക്കുമ്പോഴാണ് ഹുസ്നുൽ ഇബാദയാവുക. വഅള് കേൾക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോ മൊബൈലും കുത്തി അല്ലെങ്കിൽ കോട്ടുമായിട്ട് ഉറങ്ങി തൂങ്ങി ഇങ്ങനെ ഇരിക്കുമ്പോഴല്ല ഹുസ്നുൽ ഇബാദയാവുന്നത്. അല്ലാ ഇനി എനിക്ക് ദുനിയാവിൽ വഅള് കേൾക്കാൻ പറ്റൂല, ഇതെന്റെ ഒടുക്കത്തെ വഅള് കേൾപ്പാ. ആ രീതിയിൽ ഇങ്ങനെ സാഗൂതം ഇരിക്കുമ്പോഴാണ് അതിന് ഹുസ്നുൽ ഇബാദയാവുക. എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കാര്യത്തിൽ കമ്മിറ്റ്മെന്റ് വേണമെന്നായി പറയുന്നത്. അവസാനത്തെ കാര്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. മക്കളെ വാരിയെടുത്ത് മുത്തം കൊടുക്കുന്നു, ഭാര്യയെ സന്തോഷിപ്പിക്കുന്നു. ആ സമയത്തൊക്കെ ചിന്തിക്കണം, അതിനൊരു ആത്മാർത്ഥത വേണമെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, പടച്ചോനെ ഇതിന്റെ അവസാനത്തെ എന്റെ മക്കളോടൊത്തുള്ള ദിവസം. ആ ഒരു ചിന്ത എപ്പോഴുണ്ടാവും, അതിന് ഹുസ്നുൽ ഇബാദ എന്ന് പറയും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇനി മൂന്നാമത്തേത്, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ഹുസ്നുൽ ലന്നി മിൻ ഹുസ്നിൽ ഇബാദ. ഹുസ്നുൽ ലന്നി മിൻ ഹുസ്നിൽ ഇബാദ. ഹുസ്നുൽ ഇബാദത്തിൽ പെട്ടത് എന്തെന്നറിയോ? അല്ലാഹുവിനെ പറ്റിയിട്ടുള്ള നല്ല ഭാവന. എന്നെ മാത്രം അല്ലാഹു എന്തിനിങ്ങനെ പരീക്ഷിക്കുന്നു? ചിന്തിക്കരുതേ. എന്നെ മാത്രം അല്ലാഹു എന്തിന് ദരിദ്രനാക്കി? ചിന്തിക്കല്ലേ. അല്ലാഹു എന്നെ മാത്രം എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത്? ചിന്തിക്കല്ലേ. മരിക്കുന്ന സമയത്ത് എങ്ങനാണോ ചിന്തിക്കുന്നത് അല്ലാഹുവിനെ പറ്റി, ആ നിലയിൽ നമ്മൾ റബ്ബിനെ കണ്ടുമുട്ടുമെന്നാ എപ്പോഴും ചിന്തിക്കണം. അല്ലാ ഞാനങ്ങ് മരിച്ച ഓടി നിന്റെ അടുത്ത് വരാല്ലോ റബ്ബേ. അല്ലാതെ നമ്മൾ ചിന്തിക്കുക, അല്ലാ ഞാൻ മരിച്ചു പോയാൽ നീ എന്നെ ഇടിക്കുമല്ലോ, കബറിലിട്ട് എന്നെ അടിക്കുമല്ലോ, മലായിക്കത്തുകളെ കൊണ്ട് കുത്തുമല്ലോ, ഇങ്ങനെ ചിന്തിച്ച് നടക്കാതെ, അല്ലാഹുവേ ഞാൻ മരണപ്പെട്ട് നിന്റെ അടുത്ത് വന്നാൽ നീ റഹ്മത്ത് കൊണ്ട് എന്നെ അങ്ങ് പൊതിയൂലേ, നീ എന്നെ വാരി പുണരൂലേ, എനിക്ക് നീയല്ലേ ഉള്ളൂ, നിനക്ക് ഞാനല്ലാത്ത അടിമകളുണ്ട്, പക്ഷെ എനിക്ക് നീ മാത്രമേ ഉള്ളൂ. ആ ഒരു ചിന്തയിൽ ഹുസ്നുൽ ലന്ന്, നല്ല ഒരു ഭാവന, അത് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മിൻ ഹുസ്നിൽ ഇബാദ. അതാണ് ഇബാദത്തിന്റെ ഹുസ്ന്. ഇത് മൂന്നുമാണ് ചോദിക്കാൻ റസൂലുള്ള പറഞ്ഞത്. മുആദേ, നിന്നെ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുകയാണ്. 2 തവണ പറഞ്ഞിട്ട് മുആദ് തങ്ങളെ കൈപിടിച്ചിട്ട് പറയണം, ഒരൊറ്റ നിസ്കാര ശേഷവും പറയാതിരിക്കരുത്. ലാ തദഅന്ന, നീ മുടങ്ങരുത്, ഉപേക്ഷിക്കരുത്, നിശ്ചയം നീ ഉപേക്ഷിക്കരുത്. എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുവിന്റെ ദിക്റിനും അവനോടുള്ള ശുക്റിനും നല്ല ഇബാദത്ത് കാഴ്ചവെക്കാനും നീ എനിക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഏത് സമയത്തും അല്ലാഹുവിനെ നമ്മുടെ മനസ്സിൽ, നമ്മുടെ റബ്ബിനെ നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കണം, താലോലിക്കണം. അൻഫാസിയായ ദിക്ർ എന്ന് പറഞ്ഞ് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. ശ്വാസം മുകളിലേക്ക് വലിക്കുമ്പോ അല്ലാഹ്, തിരിച്ചു വിടുമ്പോ അല്ലാഹ്. അങ്ങനെ നമ്മൾ സങ്കല്പിച്ച് നടന്നാൽ പിന്നെ ഓരോ ശ്വാസോച്ഛ്വാസത്തിന് തസ്ബീഹിന്റെ കൂലി അല്ലാഹു രേഖപ്പെടുത്തുകയാണ്. ഈ സരസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.